ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ബൈബിൾ സ്റ്റഡി, ദൈവവചന പഠന പരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ വിഷയം തന്നെ അതിൻ്റെ വിവിധ തലങ്ങളിൽ ദൈവവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും അനുഭവം പ്രാപിക്കുകയും ചെയ്യുന്ന അത്യന്തം ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ബൈബിൾ സ്റ്റഡി അഥവാ ബൈബിൾ ക്ലാസ്. നാം ബൈബിൾ പഠിക്കണം. കാരണം ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും, അത് LKG UKG തുടങ്ങി അങ്ങ് പ്രൊഫഷണൽ കോഴ്സുകളിൽ അങ്ങ് ഉന്നതമായ ഹയർ സ്റ്റഡീസിനെല്ലാം പോകുന്നവർക്കും ബേസിക് അവർക്കുള്ള ബുക്കുകൾ വായിക്കണം. കർത്താവിന് സ്തോത്രം. അറിവുള്ള ആളുകൾ എഴുതി വച്ചിരിക്കുന്നത്, എന്നാൽ ഏറ്റവും അറിവുള്ള പരിശുദ്ധാത്മാവ്, ജീവുള്ള ദൈവം എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. അത് നാം പഠിക്കുമ്പോൾ നമുക്ക് ചില അറിവല്ല കിട്ടുന്നത്, അറിവ് കിട്ടും, പക്ഷെ അതിലുപരിയായി നമുക്ക് ചില അനുഭവങ്ങൾ കിട്ടും. നാം ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില അത്ഭുതങ്ങളും നടക്കും. നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നുണ്ട്. വചനത്താൽ സൗഖ്യം ലഭിക്കും. അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബലം കിട്ടും, ധൈര്യം കിട്ടും, പ്രതീക്ഷ കിട്ടും, പ്രത്യാശ കിട്ടും. അതുകൊണ്ട് ഇതൊരു കേവലം ഒരു പഠനമായിട്ടല്ല നാം എടുക്കേണ്ടത്, അതോടൊപ്പം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന വചനത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണാം. നാം ഇതുവരെയും ചിന്തിച്ചു വന്നത് ശൗലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് നാം കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്തു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് പറഞ്ഞത്. പിന്നീട് നാം രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ, 1ഉം 2ഉം രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഈ പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യക്ഷമായി പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു കാര്യം പറഞ്ഞ ചില വിവരണങ്ങൾ അതിലൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ ഓരോ താളുകളിലും, ഓരോ സെന്റൻസിലും, ഓരോ അക്ഷരങ്ങളിലും, ഓരോ വള്ളിയിലും പുള്ളിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒന്നും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പ്രകടമായി പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകളിൽ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ ഉണ്ടോ, അതാണ് നാം ശോധന ചെയ്തു വരുന്നത്. നമുക്കിന്ന് 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തം എല്ലാം പിന്നിലേക്ക് തള്ളിക്കൊണ്ട് നമുക്ക് എസ്ര, നെഹമ്യാവ്, എസ്തേർ, ഇയ്യോബ് തുടങ്ങിയ പുസ്തകങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഹല്ലേലൂയ. എസ്രായുടെ പുസ്തകം അല്ലെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് എല്ലാം വരുമ്പോൾ വളരെ ശക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. ജനത്തെ ആലയം പണിയുവാനും മതിൽ പണിയുവാനും മതിലിന്റെ കേടുപോക്കുവാനും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉദ്ദീപിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവവേലയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേലനെയും ഉത്സാഹിപ്പിക്കുന്നതിന്റെ നിഴലാണ്. കർത്താവിനെ സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. 999, 3 9 വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 അധ്യായങ്ങളാണ്. ദാനിയേൽ 9, എസ്ര 9, നെഹമ്യാവ് 9. ഈ 3 അധ്യായങ്ങൾ ഏകദേശം ഒരേപോലെ എന്ന് പറഞ്ഞാൽ അതിലെ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ എളിമയോടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തങ്ങൾ പറ്റിയ വീഴ്ചകളും താഴ്ചകളെല്ലാം സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് ന്യായീകരണം ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപവാക്യങ്ങളോടെ ദൈവത്തോട് പ്രാർത്ഥനയിൽ മുന്നേറുന്ന 3 അധ്യായങ്ങളാണ് ദാനിയേൽ 9, എസ്ര 9, നെഹമ്യാവ് 9. ഇടയ്ക്കെല്ലാം നാം അത് വായിക്കണം. 3 അധ്യായങ്ങളും ചേർത്ത് വെച്ച് വായിക്കണം. നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിന്മാറ്റം വന്നു പോയി, അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നു, ഒരു താഴ്ച വന്നു, ഒരു പാപത്തിൻ്റെ പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നമുക്കൊരു പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു, നമ്മൾ അതിൽ മുന്നോട്ട് പോകരുത്. ഈ വചനത്തിലേക്ക് വരണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എടുത്ത് വെച്ച് വായിക്കണം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കണം. അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കണം.
51 സങ്കീർത്തനം വായിക്കണം. ഇങ്ങനെ ദൈവവചനം നാം വായിച്ച് വായിച്ച് മുന്നോട്ട് വരുമ്പോൾ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം വായിക്കണം. കർത്താവിന് സ്തോത്രം. 32-ാം സങ്കീർത്തനം വായിക്കണം. ഇതെല്ലാം നല്ലതാണ്. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ, പിന്മാറ്റത്തിൽ നിന്ന് മുന്നോട്ട് വരുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ചില ദൈവിക വചനങ്ങളാണ് അതെല്ലാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എസ്രാ പുരോഹിതൻ ജനത്തോട് പറയുകയാണ്. എന്താ പറയുന്നത്? 9:20, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ ഭക്ഷണത്തിന് മുട്ടുവരാതെ നിന്റെ മന്നയും അവരുടെ ദാഹത്തിന് വെള്ളവും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. മുൻകാല തലമുറകളെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് തന്റെ ജനത്തെ നടത്തിയത്? അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. നല്ല ഉപദേശം തരുന്ന നല്ല ആത്മാവ്. അതേ പ്രിയരെ, മനുഷ്യന്റെ ഉപദേശം ചിലപ്പോൾ തെറ്റിപ്പോകാം. അതിനകത്ത് ഒരുപക്ഷെ പോരായ്മകൾ വരാം, കുറവുകൾ വരാം. തീർച്ചയായും ഒരപ്പന്റെയോ അമ്മയുടെയോ ഉപദേശത്തിൽ പോരായ്മ വരാം. അവർ മനുഷ്യരാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം അത് പൂർണ്ണതയുള്ള ഉപദേശമാണ്. നമുക്ക് പൂർണ്ണതയുള്ള ഒരു ഉപദേശം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ഉപദേശകൻ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഏതെല്ലാം മനുഷ്യടുക്കൽ പോയാലും നിങ്ങൾക്കൊരു ശരിയായ ഉപദേശം, യഥാർത്ഥമായ ഉപദേശം, തെറ്റില്ലാത്ത ഉപദേശം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കിട്ടണം. അതേ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ നാവിലൂടെയും സംസാരിക്കും. തീർച്ചയായും പരിശുദ്ധാത്മാവ് നേരിട്ടിടപെടും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ നമ്മളോട് സംസാരിക്കും, വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്ന ആലോചനയാണ് ഏറ്റവും ഉത്തമമായ ആലോചന. ഇവിടെ ജനത്തോട് എസ്രാ പുരോഹിതൻ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന്. എന്തിനാണ് ഇതിവിടെ ഉദ്ധരിച്ചത്? എൻ്റെ പ്രിയരെ, എക്കാലത്തും നമ്മെ ഉപദേശിച്ച് നടത്താൻ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നാം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. ചിലർക്ക് പിതാവാം ദൈവത്തെ സ്നേഹമാണ്, ചിലർക്ക് പുത്രനാം ദൈവത്തെ സ്നേഹമാണ്, ചിലർക്ക് പരിശുദ്ധാത്മാവിനോട് വിയോജിപ്പാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തോടുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. പിതാവില്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പിതാവില്ല, പിതാവും പുത്രനുമില്ലാതെ പരിശുദ്ധാത്മാവില്ല, പരിശുദ്ധാത്മാവില്ലാതെ പിതാവും പുത്രനുമില്ല. ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാകുകയില്ല, പക്ഷേ അത് സത്യമാണ്. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ആദിയിൽ ദൈവം എന്ന് കാണുന്നു, ഇല്ലേ? 2-ാം അധ്യായത്തിൽ കാണുന്നു ദൈവത്തിന്റെ ആത്മാവെന്ന്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആദിയിലെല്ലാം ഉണ്ടായിരുന്നു. ആദിയിൽ പിതാവുണ്ടായിരുന്നു, ആദിയിൽ പുത്രനുണ്ടായിരുന്നു, ആദിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന ഈ തൃത്വത്തെ നാം ആരും വിഭാഗിച്ച് കളയരുത്. അത് കളയാൻ സാധ്യമല്ല. ഒരുപക്ഷെ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ധരിക്കാം, പക്ഷെ അത് ആ ധാരണ തെറ്റാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും അതുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രകടമായി പിതാവായിരിക്കാൻ ചിലപ്പോൾ പ്രവർത്തിച്ചത്, പ്രകടമായി ചിലപ്പോൾ പുത്രനായിരിക്കും പ്രവർത്തിച്ചത്, യേശു ആയിരിക്കും പ്രവർത്തിച്ചത്, പ്രകടമായി പരിശുദ്ധാത്മാവായിരിക്കും പ്രവർത്തിച്ചത്. പക്ഷെ ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തൃത്വത്തിന്റെ വെളിപ്പാടാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടക്കുന്നില്ല. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നിന്റെ നല്ല ആത്മാവ് അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. ഉപദേശത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളുമെന്നാണ് ഇവിടെ പറയുന്നത്. ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. പിന്നെ ആത്മീക ജീവിതത്തിൽ ഉപദേശങ്ങളും നല്ല വഴികളും തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും. അതാണ് ഇവിടെ താഴെ പറയുന്നത്. അവരുടെ ഭക്ഷണത്തിന് മുട്ടുവരാതെയും നിന്റെ മന്നയും അവരുടെ ദാഹത്തിന് വെള്ളവും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്ക് ഒന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയില്ല. നീ അവർക്ക് രാജ്യങ്ങളെയും ജനതകളെയും അതിർതിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. എന്താണ്? പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ഉപദേശമുള്ള ഒരു ദൈവദാസന്, ഒരു ദൈവവേദലിന് ബാക്കി അവന്റെ ഭൗതികമായ കാര്യങ്ങളിൽ ദൈവത്തിന്റെ കരുതലുണ്ടാകുമെന്നുള്ള സന്ദേശത്തോടെ വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഉപദേശമാണ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും എന്നും എൻ്റെ ദൈവത്തോട് എന്നും 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 എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ, എൻ്റെ ഉപദേശങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയും ഞാൻ ഊന്നിപ്പറയാറുണ്ട്. ആത്മാവിനെ കെടുക്കരുതെന്ന് പറയാറുണ്ട്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പിന്നെ അനുതാപം പോകും, പിന്നെ മനസ്സ് കല്ലിച്ചിരിക്കും. ഞാൻ ഓൾ റൈറ്റ് ആണെന്നുള്ള ചിന്ത വരും. ഞാൻ ഓൾ റൈറ്റ് ആണ്, എനിക്കെന്നെ കുഴപ്പം, എനിക്ക് പ്രകടമായ ഭാവമൊന്നുമില്ല, പിന്നെ എനിക്കെന്നെ കുഴപ്പം, ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ലല്ലോ. ഈ ചിന്ത വരുന്നത് പരിശുദ്ധാത്മാവ് മാറി നിൽക്കുമ്പോഴാണ്. ഹൃദയം കല്ലിച്ചു പോകും. ഒന്ന് അനുദപിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കണ്ണുനീരൊഴുക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ പാദം കഴുകാൻ പറ്റുന്നില്ല, ഹൃദയത്തിൽ വേണ്ട അനുതാപം കിട്ടുന്നില്ല, പാപബോധം കിട്ടുന്നില്ല. പാപം ചെയ്തു, പാപമാണ്, പക്ഷെ ആ പാപം ചെയ്തിട്ടും മരവിച്ചിരിക്കുന്നു. അത് ഒരു ഭയാനക അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തെറ്റുകൾ വന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരുന്ന ആ സെക്കൻഡിൽ തന്നെ നാം നമ്മെ തന്നെ താഴ്ത്തി ആ പരിശുദ്ധാത്മാവിന്റെ വഴിയിലൂടെ പോയാൽ നിങ്ങൾ ഏത് തെറ്റിൽ നിങ്ങൾ അകപ്പെട്ടു പോയെങ്കിലും നിങ്ങളെ കർത്താവ് കഴിയെടുക്കും. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ ഒരു ലൈസൻസ് തരികയല്ല. ഒരുപക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നിരിക്കട്ടെ, അതും ഓർത്ത് നിരാശപ്പെടുകയല്ല വേണ്ടത്. പരിശുദ്ധാത്മാവ് എപ്പോഴും ഇൻറ്റ്യൂഷൻ തരും, മോനെ തെറ്റാണത്, നിനക്ക് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചു തന്നു, പക്ഷെ പിന്നെയും നീ റിപ്പീറ്റ് ചെയ്യുന്നു. പാപമാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് അന്ന് കയ്യിനോട് പറഞ്ഞ അതേ ശബ്ദം നമ്മളോടും പരിശുദ്ധാത്മാവ് നമ്മുടെ കാതുകളിൽ പറയും. അതും സാരമില്ല, ഇപ്പൊ ഈ സുഖമൊക്കെ കിട്ടട്ടെ, ഇപ്പൊ ഇതൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, നല്ല ആത്മാവിന്റെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ അത് നമ്മുടെ എൻറ്റയർ ലൈഫിനെ ബാധിക്കും. നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ഒരു കാര്യം ബാധിച്ചാൽ അത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെയും ബാധിക്കും. നിങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ, സ്വസ്ഥമായി ജോലി ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മനസ്സോടെ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴണം. ആ ഉപദേശത്തിനനുസരിച്ച് നാം മുന്നോട്ട് പോകണം. ഇല്ല, എന്നും ടെൻഷനായിരിക്കും, ആവശ്യമില്ലാതെ ടെൻഷൻ, ആവശ്യമില്ലാതെ ടെൻഷനും കലുഷിതമായ അന്തരീക്ഷമായിരിക്കും ഹൃദയത്തിൽ. ഞാനൊരു കാര്യം സത്യം നിങ്ങളോട് പറയാം, ഞാൻ കൃപയാൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ദൈവമല്ലാണ്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൃപയാൽ പൂർണ്ണ സമാധാനം തന്നിട്ടുണ്ട്. ഈ സമാധാനം നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കാറില്ല. എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് നേടിയാലും കർത്താവ് എനിക്ക് ഈ സമാധാനം വേണം, സംതൃപ്തി. കൃപയാൽ കർത്താവ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലൈഫ് എനിക്ക് തന്നിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. എൻ്റെ ആത്മീക നിലവാരത്തെ കുറിച്ചുള്ളതായ ഒരു അതൃപ്തി അല്ലാതെ ഞാൻ പറഞ്ഞത്, ഞാൻ ആത്മീയ ജീവിതത്തിലെല്ലാം തികഞ്ഞു എന്നല്ല, പക്ഷേ ഭൗതികമായ എല്ലാ കാര്യത്തിലും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സംതൃപ്തനാണ്. കർത്താവിന്റെ സ്തോത്രം. ഇനിയും 100,000 ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നേടേണ്ടതുണ്ട് എൻ്റെ ജീവിതത്തിലും. പക്ഷേ ഞാൻ ഇന്നുള്ള എൻ്റെ അവസ്ഥയിൽ, ഭൗതിക അവസ്ഥയിൽ ഞാൻ സംതൃപ്തനാണ്. കർത്താവിന്റെ സ്തോത്രം. എന്തുകൊണ്ട്? ആ സംതൃപ്തിയുള്ളൊരു ഹൃദയം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു, നമുക്കും തരും. ഈ നല്ല ആത്മാവിന്റെ ഉപദേശം നാം തേടിയാൽ എന്നും ടെൻഷൻ അടിച്ച് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് തളർന്നും തകർന്നും വലഞ്ഞും നാം നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് പ്രിയരെ. ഒരു ജീവിതമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ജീവിതമേ ഉള്ളൂ. നന്നായി ജീവിക്കാനും മോശമായി ജീവിക്കാനും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നന്നായി ജീവിക്കണം, യേശുവിനോടൊത്ത് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. സന്തോഷത്തോടെ ജീവിക്കണം, പുഞ്ചിരിയോടെ ജീവിക്കണം. ഒരുപക്ഷെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലൂടെ, തീച്ചൂളയുടെ മധ്യത്തിലൂടെ പോകുമ്പോഴും മുഖം വാടരുത്. എതിർപ്പിൻ്റെ മധ്യത്തിലൂടെ പോകുമ്പോഴും ചിലപ്പോൾ വാടാവുന്ന മനുഷ്യരാണ്, പക്ഷേ ആ വാട്ടത്തിൽ കിടക്കരുത്. അല്ല, ഞാൻ വാടേണ്ടവനല്ല, ഞാൻ തളരേണ്ടവനല്ല, അത്യുന്നതൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ജീവനുള്ള ദൈവം എന്നെ നടത്തുന്നു എന്നുള്ള ഉറപ്പും വിശ്വാസം വേണം. അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം വേണം. നെഹമ്യാവ് 9:20 പറയുന്നു, അവരെ ഉപദേശിക്കണം, നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. നല്ല ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ ജനത്തെ വഴി നടത്തി. അത് കേവലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലല്ല പ്രിയരെ. യേശുവിന്റെ 2ാമത്തെ വരവരെയും ജനത്തെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, പരിശുദ്ധാത്മാവ് ഉപദേശകനാണ്, നല്ല വഴികാട്ടിയാണ്. പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല കേട്ടോ. പരിശുദ്ധാത്മാവില്ലാതെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല കേട്ടോ.
പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമില്ലാതെ യഥാർത്ഥ ജയജീവിതം സാധ്യമല്ല കേട്ടോ. കർത്താവിന് സ്തോത്രം. നമുക്ക് അടുത്ത പുസ്തകത്തിലേക്കും കൂടി പോയാലോ? എസ്ര, നെഹമ്യാവ്, എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്ന വാക്ക് പോലും ഇല്ല. പക്ഷേ അവിടെ ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് പ്രകടമായി കാണാം. എസ്തേറിന്റെ പുസ്തകം വളരെ മനോഹരമായ പുസ്തകമാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട കാര്യം ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. അതിന്റെ റിസൾട്ടായി പിന്നീട് നാം കാണുന്നത്, അവസാന ഭാഗത്ത് നാം കാണുന്നത്, ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഈ രണ്ട് കാര്യത്തെ ആസ്പദമാക്കി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവ കാര്യമാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ ജനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെയുണ്ട്. പക്ഷേ പേരിന് അവിടെ പരിശുദ്ധാത്മാവെന്നോ പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകളോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അടുത്ത പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. എലിഹു എന്ന് പറഞ്ഞ ഇയ്യോബിന്റെ സ്നേഹിതൻ ഇയ്യോബിന് ചില ഉപദേശങ്ങളും ശകാരങ്ങളും കൊടുക്കുകയാണ്. 33-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. എങ്കിലോ ഇയ്യോബേ, എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക, എൻ്റെ സകല വാക്കുകളെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ ഞാൻ ഇപ്പോൾ എൻ്റെ വായ് തുറക്കുന്നു, എൻ്റെ വായ് എൻ്റെ നാവ് സംസാരിക്കുന്നു, എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേര് ഉച്ചരിക്കും. എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിവാദിക്കുക. എലിഹു ഇയ്യോബിനോട് പറയുകയാണ്, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്, എന്നെ സൃഷ്ടിച്ചത് സർവശക്തന്റെ ശ്വാസമാണ് എനിക്ക് ജീവനെ തന്നതെന്ന് എലിഹു പറയുകയാണ്. ഇയ്യോബിന് വലിയ കെടുതി വന്നപ്പോൾ ഇയ്യോബിന്റെ സ്നേഹിതന്മാര് പലരും ഇയ്യോബിന്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ ഇവിടെ എലിഹു എന്ന സ്നേഹിതൻ സംസാരിക്കുമ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ ആത്മാവാണ് എനിക്ക് ജീവനെ തന്നത്, അതുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ ആ സംസാരത്തിന്റെ ഗതി വിഗതികളിലേക്കൊന്നും തിരിയുന്നില്ല. പക്ഷേ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഒരു ആത്മീയ കാര്യം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുള്ളതായ സംസാരം. ദൈവത്തിന്റെ ആത്മാവാണ് എനിക്ക് ജീവൻ തന്നത്, എന്നെ നിലനിർത്തുന്നത് എന്നുള്ള ആശ്രയം, അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എലിഹുവിൻ്റെ സ്വഭാവവിശേഷതയെക്കുറിച്ചൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം പറയുന്നു. യോബിന്റെ പുസ്തകത്തിൽ നാം അങ്ങനെ കാണുന്നു, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്, സർവശക്തന്റെ ശ്വാസമാണ് എനിക്ക് തന്നത്. നാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? വേറെ അടുത്ത് പറയും, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. നമ്മുടെ മേൽ ഊതിയിരിക്കുന്ന ശ്വാസം പരിശുദ്ധാത്മാവിന്റെ ശ്വാസമാണ്. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ദൈവത്തിന് വചനം നമ്മെ സൂചിപ്പിക്കുന്നു, ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ പുസ്തകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന്റെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. നാം കുറച്ച് പഠിച്ച് ഇപ്പോൾ ഇത് ഇയ്യോബിന്റെ പുസ്തകം വരെ എത്തി. അനേക പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. പേര് പ്രകടമായി കാണാത്തപ്പോഴും പ്രകടമല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു നദി തന്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവുന്ന നദിയിലേക്ക് നമുക്ക് എടുത്തിയാടാം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ജലനദികൾ നമ്മിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി ഒഴുകി, പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്ന 4 കൈവഴികളായി ഒഴുകി. കർത്താവിന് സ്തോത്രം. എഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നു, മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അവസ്ഥ. കർത്താവ് ഇതെല്ലാം ആത്മപ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. നമുക്കും ഈ പരിശുദ്ധാത്മാവിന്റെ നദിയിലേക്ക് ചാടാം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ വഹിച്ചുകൊള്ളും. പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശം തന്നുകൊള്ളും. പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്തുകൊള്ളും. പരിശുദ്ധാത്മാവ് നമുക്ക് സംസാരിക്കാനുള്ള വചനവും വാക്കുകളും വാക് സാമർഥ്യവും തന്നുകൊള്ളും. പരിശുദ്ധാത്മാവ് ആവശ്യമുള്ള ഗൈഡൻസ് നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒരു പഠനം പോലെയല്ല,
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. കർത്താവേ, അവിടുത്തെ നല്ല ആത്മാവ് ഞങ്ങളെ ഉപദേശിച്ച് നടത്തണം. അവിടുത്തെ നല്ല ആത്മാവ് ഞങ്ങളിൽ ഊതി ഞങ്ങളെ ശരിയായ പാതയിൽ നയിക്കണം. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലമായി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ആളത്വത്തെയും മാറ്റണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായി ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ അവയവങ്ങളെ മാറ്റണം. ഞങ്ങളുടെ കണ്ണിലൂടെ പരിശുദ്ധാത്മാവ് നോക്കണം. ഞങ്ങളുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകമുള്ളവരായി തലമുറയിൽ ഞങ്ങൾക്ക് നിൽപ്പാൻ, കർത്താവെ, കരയുന്നവരോടുകൂടെ കരയാൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണം. എൻ്റെ പ്രിയരെ, പുറമേ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമല്ല ആത്മാവിൻ്റെ നിറവ്. അത് വിശുദ്ധിയുടെ നിറവാണ്, അത് സ്നേഹത്തിൻ്റെ നിറവാണ്, അത് ഐക്യത്തിൻ്റെ നിറവാണ്, അത് എളിമയുടെ നിറവാണ്. ഹല്ലേലൂയ. ആ നിറവിലേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. അതാണ് എൻ്റെ ഈ പ്രാർത്ഥന. നിങ്ങളും പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി നമുക്ക് ക്രിസ്തുവിൻ്റെ വേല തികയ്ക്കാം. ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പ്രത്യേകിച്ച് ഒരു മുൻവിധിയുമില്ലാതെ, എല്ലാവരെയും സ്നേഹിക്കുന്ന കാൽവറിയിലെ സ്നേഹത്തെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടെ നമുക്ക് മുന്നോട്ട് പോകാം. യേശു വരാറായി. യേശുവിൻ്റെ വരവ് അത്യാസന്നമായി. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, അഭിഷേകത്തോടെ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. അനേകരെ ഒരുക്കാം, ആ കൂടെ നമുക്കും ഒരുങ്ങാം. അനേകരെ വിശുദ്ധരാക്കാം, ഒപ്പം നമുക്കും വിശുദ്ധരാകാം. അങ്ങനെ യേശു രണ്ടാമത് വരുമ്പോൾ അനേക വിശുദ്ധന്മാർ പറന്നുയരുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജനത്തെ വാർത്തുണ്ടാക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ത്രിയേക ദൈവമേ, അപ്പാ, പ്രതിപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കുവാനും അവർക്ക് വചനത്തിലൂടെ ഗ്രഹിക്കാനും ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഈ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. ഈ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. ഈ യൗവനക്കാരെ അനുഗ്രഹിക്കണം. കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട്, ആത്മീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് സംതൃപ്തരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി കർത്താവിൻ്റെ പിന്നാലെ ഗമിപ്പാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. എല്ലാ വെള്ളിയാഴ്ചയും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ മൂവാറ്റുപുഴയിൽ നടക്കുന്ന ബൈബിൾ ക്ലാസിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ബൈബിൾ ക്ലാസ് എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എല്ലാം ദൈവവേലയുടെ ഭാഗമാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.